ആരാധിക്കാം പരിശുദ്ധനേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. എരിഹോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. എരിഹോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ക്ഷമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിടുന്നു. ക്ഷമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിടുന്നു. യേശുവിൻ കരുണയിലാൽ സ്തുതികൾ മുഴക്കിടാം. യേശുവിൻ കരുണയിലാൽ സ്തുതികൾ മുഴക്കിടാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ശോകത്തിൽ നിന്നും എന്നെ സന്തോഷപൂർണ്ണനാക്കും. ശോകത്തിൽ നിന്നും എന്നെ സന്തോഷപൂർണ്ണനാക്കും. ദേശത്തിൽ നിന്നും എന്നെ കരം പിടിച്ചുയർത്തും. ദേശത്തിൽ നിന്നും എന്നെ കരം പിടിച്ചുയർത്തും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. സംഖ്യാപുസ്തകം 13-ന്റെ 22-ാമത്തെ വാക്യം.
അവർ തെക്കേ ദേശത്തുകൂടി ചെന്ന് ഹെബ്രോനിലെത്തി. അവിടെ അനാക്കിന്റെ പുത്രന്മാരായ അഹിമാനും ശേഷായിയും തൽമായിയും ഉണ്ടായിരുന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വിശ്വാസമുള്ളവന്റെ കൂടെ ദൈവമുണ്ട് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്രഭുകളെ, ദൈവിക വാഗ്ദത്തം ലക്ഷ്യമിട്ട് മിസ്രൈം വിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ വാഗ്ദത്തത്തോടടുക്കുന്ന വേളയിൽ അവരുടെ വിശ്വാസത്തിന്റെ ശക്തിയും പ്രവൃത്തിയും വെളിപ്പെടുത്തുവാൻ ദൈവം ഇടപെടാറുണ്ട്. വെറുതെ ഇരുന്ന് വാഗ്ദത്തം നേടാൻ ഒക്കുകയില്ലല്ലോ. അനേകരുടെയും ജീവിതത്തിൽ കൽപ്പിക്കപ്പെട്ട വാഗ്ദത്തം നേടുവാനായി കിടപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലർക്കും അവരുടെ വാഗ്ദത്തങ്ങൾ നേടാൻ ആവുന്നില്ല. എന്നാൽ ചുരുക്കം ചില പ്രിയരെങ്കിലും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം, അവരുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ലക്ഷ്യം, അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, അത് വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പിന്തുടർന്ന് ചെന്ന് നേടിയെടുത്ത് അനുഭവിക്കുവാൻ ഇടയാകുന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ ഓരോരുത്തരോടും ജീവിതത്തോടുള്ള ബന്ധത്തിലും വാഗ്ദത്തങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കൽപ്പിക്കപ്പെട്ട വാഗ്ദത്തം നേടുവാൻ താല്പര്യമുണ്ട് എന്ന് പ്രകടിപ്പിക്കുമാറ് നാം വിശ്വാസം പ്രകടിപ്പിക്കുകയും വിശ്വാസം പ്രഖ്യാപിക്കുകയും വിശ്വാസത്താൽ നടക്കുകയും ചെയ്യും. മറക്കരുത്, വെറുതെ വാഗ്ദത്തം നേടാനാകുകയില്ല. അനേകരുടെ ജീവിതത്തിൽ കൽപ്പിക്കപ്പെട്ട വാഗ്ദത്തം ഇനിയും നേടുവാൻ ഉണ്ട് എന്നുള്ള ബോധ്യം തിരുവചന കേൾവിയിൽ നിന്ന് നമുക്കുണ്ടാകും. പലരും അതറിഞ്ഞോ അറിയാതെയോ ഒക്കെ അവഗണിക്കുന്നവരാണ്. തങ്ങൾക്ക് വാഗ്ദത്തം ഉണ്ടെന്ന് പോലും തിരിച്ചറിയാത്ത എത്രയോ പേരുണ്ട്. വാഗ്ദത്ത നിവൃത്തിക്കായി പ്രിയരെ, ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടതായ ചില വിഷയങ്ങളുണ്ട്. വാഗ്ദത്തം പ്രാപിക്കുവാൻ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ആവശ്യമാണ് എന്ന് ഇന്നത്തെ ഈ ചിന്തയിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവിക നടത്തിപ്പിൻ പ്രകാരം യാത്ര ചെയ്യുന്നവരുടെ വാഗ്ദത്ത പ്രാപനത്തിലേക്കുള്ള ലക്ഷ്യത്തിൽ നിരവധി പ്രതിസന്ധികളും പ്രശ്നക്കാരും ഉണ്ട്. ദൈവിക വാഗ്ദത്തത്തിനു വേണ്ടിയാണോ ലക്ഷ്യമിടുന്നത് എങ്കിൽ പ്രിയരെ, നിശ്ചയമായും അത് തടയുന്ന ശത്രുക്കളും പ്രതിസന്ധികളും മുൻപിൽ കടന്നു വരും. പ്രതികൂലങ്ങളെ തരണം ചെയ്യേണ്ടാത്ത അവകാശങ്ങളൊന്നും, വാഗ്ദത്തങ്ങളൊന്നും വിശുദ്ധരുടെ മുൻപിലില്ല. വാഗ്ദത്തങ്ങൾ നേടുവാനുള്ള യാത്രയിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങള്, ശത്രുക്കള് ഒന്നും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പലരും അത് പ്രതീക്ഷിക്കാറുമില്ല. എന്നാൽ അതിനെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശുദ്ധരായ വിശ്വാസികൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാലാണ് ഇതിനെ നേരിടേണ്ടത്. ശത്രുവിൻ്റെ വെല്ലുവിളികളും പ്രതികൂലങ്ങളും കണ്ട് മടങ്ങിപ്പോകുന്നവരും ധാരാളമുണ്ട്. കാരണം അവർക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയില്ല. അവർക്ക് പോരാടുവാൻ കഴിയുകയില്ല. വാഗ്ദത്തം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ശത്രുവിനോട് പോരാടി ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ കഴിയുകയില്ല എന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരവസ്ഥ. കർത്താവിൻ്റെ വിളി കേട്ട് അനുസരിച്ചിറങ്ങുന്നവർക്ക് നേടുവാനുള്ള വിലയേറിയ വാഗ്ദത്തങ്ങളുണ്ട്. അവർക്ക് പോരാടി നേടുവാനുള്ളത് വിലയേറിയ അവകാശങ്ങളാണ്. ആ അവകാശങ്ങൾക്ക് ഏറിയ മഹത്വം ഉള്ളതുകൊണ്ടാണ് എതിരായി ശത്രുക്കൾ എഴുന്നേൽക്കുന്നതും പ്രതിസന്ധികൾ രൂപപ്പെടുത്തുന്നതും. ശത്രുവിനോടും പ്രതിസന്ധികളോടും പോരാടി മുന്നേറുന്നവൻ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുള്ളവരാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലങ്ങൾ ലഭിക്കുവാനിടയാണ്. മിടുക്കന്മാരോ വിരുദ്ധന്മാരോ അലസന്മാരോ അല്ല വാഗ്ദത്തം പ്രാപിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രതിഫലങ്ങൾ നേടുന്നത്. മറിച്ച് വിശ്വസിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും മാത്രമേ വാഗ്ദത്തം അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്താലുള്ള അനുഗ്രഹം ആരെങ്കിലുമൊക്കെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിക്കായി നിൽക്കുന്നവരാണ്. വാഗ്ദത്ത യാത്രയുടെ ലക്ഷ്യത്തിനു മുൻപിൽ പോർ വിളിച്ചു നിൽക്കുന്ന പ്രതിസന്ധികൾ വ്യക്തികളായാലും ശക്തികളായാലും അത് കണ്ട ഭയന്ന് പിന്മാറിയോടരുത്. അവർ അല്ലെങ്കിൽ അവകൾ വിശ്വസിക്കുന്നവനെ ജയിക്കുകയില്ല. ധൈര്യത്തോടെ
നിൽക്കുവാൻ താല്പര്യപ്പെടുന്നവൻ്റെ മേൽ ദൈവം തൻ്റെ കൃപ ചൊരിഞ്ഞു കൊടുക്കും എന്ന് മറക്കരുത്. വിശ്വസിച്ച് കാൽച്ചുവടുകൾ ലക്ഷ്യത്തിലേക്ക് വീണ്ടും വീണ്ടും മുൻപോട്ട് വയ്ക്കുക. എപ്പോൾ വിശ്വാസത്തിന് പ്രവൃത്തിക്കായി നിങ്ങളുടെ കാൽച്ചുവടുകൾ എടുത്തു വയ്ക്കുമോ അപ്പോൾ തന്നെ ദൈവപ്രവൃത്തി കൂടപ്പുറപ്പേ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ലക്ഷ്യത്തിനു മുൻപിൽ വെല്ലുവിളിച്ചു നിന്ന അഹിമാനും ശേഷായിയും തൽമായിയും യോശുവയുടെയും കാലേബിൻ്റെയും മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ ആകുകയില്ല എന്ന് തിരിച്ചറിഞ്ഞു. പോരാടി നിന്ന കാലേബിന് ആ ദുഷ്ടശക്തികളെ തൻ്റെ അവകാശത്തിൽ നിന്ന്, തൻ്റെ വാഗ്ദത്തത്തിൽ നിന്ന് തുരത്തുവാനുള്ള ശക്തി ദൈവം തന്നിൽ പകർന്നു കൊടുത്തു. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഭക്തൻ ധൈര്യത്തോടെ നിന്നപ്പോൾ തനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് യഹോവ തന്നെ തൻ്റെ കൂടെ നിന്നിരുന്നു. വിശ്വാസമുള്ളവൻ്റെ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ വാഗ്ദത്തത്തെയും അവകാശത്തെയും പിടിച്ചു വയ്ക്കുവാൻ, അതിനെ തടയുവാൻ ഒരു ശത്രുവിനും അനാക്കിൻ്റെ പുത്രന്മാർക്കും കഴിയുകയില്ല. ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തുവാനേ ശത്രുവിനാകുകയുള്ളൂ. എന്നാൽ വിശ്വാസമുള്ളവൻ തീരുമാനിക്കും, അവരെത്ര ശബ്ദമുയർത്തിയാലും, അവരെത്ര ഭീഷണി മുഴക്കിയാലും, അവരെത്ര ഭയം വ്യാപരിപ്പിച്ചാലും, എത്രത്തോളം പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ തോറ്റു പിന്മാറുകയുമില്ല. അങ്ങനെയുള്ളവൻ്റെ കൂടെ ബലവാനായ ദൈവം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ വചനത്തിൻ്റെ ആഴങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം നമ്മോടുകൂടെ നിന്നെങ്കിലേ പ്രിയരെ നമുക്ക് വാഗ്ദത്തം പ്രാപിക്കുവാനാകുകയുള്ളൂ. നമ്മുടെ തീരുമാനം കൊണ്ട്, നമ്മുടെ അനുസരണം കൊണ്ട് ദൈവത്തെ കൂടെ നിർത്തുവാൻ നാം പ്രയത്നിക്കുക. അങ്ങനെയുള്ള ഒരു ഭക്തൻ്റെ കൂടെ നിൽക്കുവാൻ ഇവിടെ ധാരാളം പേരൊന്നും കാണുകയില്ല. എന്നാൽ ദൈവം കാണും. ദൈവമുള്ളവൻ വിശ്വാസമുള്ളവനാണ്. അവൻ വിജയിക്കുവാൻ ഇടയാകുകയും ചെയ്യും. കൂടപ്പിറപ്പുകളെ, നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ, നിങ്ങളുടെ ആത്മീയ ജീവിത മുന്നേറ്റത്തിൽ നിങ്ങൾ എവിടെ വരെയായി? നിങ്ങളുടെ മുൻപിലുള്ള വാഗ്ദത്തങ്ങൾ ആത്മീയമാകട്ടെ ഭൗതികമായി ആകട്ടെ എന്തുമായിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് നേടുവാനായോ? നിങ്ങളുടെ മുൻപിൽ ഇനിയും നേടുവാൻ വാഗ്ദത്തങ്ങളില്ലേ? ആത്മീയമായ വാഗ്ദത്തങ്ങൾ ധാരാളം ഇനിയും നിങ്ങളുടെ മുൻപിൽ കിടക്കുന്നു. നിങ്ങൾക്ക് ഇനിയും മുൻപോട്ട് ശക്തമായി വിശ്വാസത്തിന് കാൽച്ചുവടുകൾ വെച്ച് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ആകയാൽ അധൈര്യപ്പെടാതെ, പിന്മാറിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ, അവിശ്വാസികളാകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക. വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ കർത്താവ് യുദ്ധവീരനായി നിലകൊള്ളും. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിങ്ങൾക്ക് നേടിയെടുത്ത് അനുഭവിക്കാനാവും. ഉയർത്തിയിടാമേശുനാമം, ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാമേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം, വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. സമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിടുന്നു, സമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിടുന്നു. യേശുവിൻ കരുണയിലാൽ സ്തുതികൾ മുഴക്കിടാം, യേശുവിൻ കരുണയിലാൽ സ്തുതികൾ മുഴക്കിടാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാമേശുനാമം, ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാമേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം, വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ശോകത്തിൽ നിന്നും എന്നെ സന്തോഷ
സന്തോഷപൂർണ്ണനാക്കും. ശോകത്തിൽ നിന്നും എന്നെ സന്തോഷപൂർണ്ണനാക്കും. ദേശത്തിൽ നിന്നും എന്നെ കരം പിടിച്ചുയർത്തും. ദേശത്തിൽ നിന്നും എന്നെ കരം പിടിച്ചുയർത്തും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം.